Hi everyone, this is Rinsi from Grow Malayalam channel. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈസ്റ്റർ വിഷുവിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കുമല്ലേ. അപ്പം എല്ലാം നല്ലതായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് നിന്ന് നിങ്ങളോട് മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. അപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് അത്ര നല്ലതല്ല ഇപ്പം നമുക്ക് എന്താണ് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ റെഡിൻ്റെയും ഗ്രീൻ്റെയും ഇടയ്ക്ക് ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കഴിഞ്ഞ മാസം നോക്കിയേ നിഫ്റ്റി 50 അതുപോലെ സെൻസെക്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ട് ഇരിക്കുമ്പോൾ പല സ്റ്റോക്കുകളും അവരുടെ ഓൾ ടൈം ഹൈന്ന് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തു 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇന്ന് നോക്കാമെന്ന്. അതായത് ലാസ്റ്റ് 1 ഇയറിൽ ലോവസ്റ്റ് പോയിന്റ് അടുത്തുള്ള സ്റ്റോക്കുകൾ നമ്മളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മിക്കപ്പോഴും ഈ 52 വീക്ക് ലോ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണാറുള്ളത്. അതായത് ആ സ്റ്റോക്കൊക്കെ കറന്റ് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ട്. പക്ഷേ ചില ആളുകളൊക്കെ ഇത് ട്രാപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് പ്രോഫിറ്റബിൾ ആവാം. അതായത് കമ്പനിയുടെ ബിസിനസ് ഒക്കെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചീപ്പ് വാല്യുവേഷൻ ആണല്ലോ നമുക്ക് നല്ല കമ്പനികൾ കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ കമ്പനികളൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനുള്ള കാരണം അത് ആദ്യം നമ്മൾ നോക്കണം. ഇപ്പം ഇങ്ങനെയുള്ള കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഫണ്ടമെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല റിസ്ക് ആയിരിക്കും. അപ്പം നമ്മളിപ്പം പറഞ്ഞ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 52 വീക്ക് ലോയിൽ നിന്ന് 2.5% ട്രേഡ് ചെയ്യുന്ന 2 സ്റ്റോക്കുകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റി ഫിൽറ്റേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE മോർ ദാൻ 15% ആണ്. ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1 ആണ്. അതുപോലെ തന്നെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 31 മാർച്ച് 2023 ആണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് കെമിക്കൽസ്, ഷുഗർ അതുപോലെ തന്നെ PVC റെസിൻസിന് മാനുഫാക്ചറിങ് ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പം ഇവരുടെ പ്രൊഡക്ട്സ് അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, ഫാമ അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ് മാനുഫാക്ചേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ലാസ്റ്റ് ഇയർ മാർച്ചിൽ ഈ ഒരു ഡൈവേഴ്സിഫൈഡ് മാനുഫാക്ചറിങ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ വേഴ്സറ്റൈൽ ഡ്രോൺസിന്റെ മാനുഫാക്ചറിൽ ഫോക്കസ് ചെയ്യാൻ പോകുകയാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തോ? അപ്പോൾ ഇന്ന് നമ്മൾ DCM ശ്രീറാം ലിമിറ്റഡിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം DCM ശ്രീറാമിൻ്റെ ബിസിനസ് മോഡൽ വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് കമ്പനി അവരുടെ പ്രൊഡക്റ്റുകളുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് തൊട്ട് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 31 മാർച്ച് 2023 പ്രകാരം DCM ശ്രീറാമിൻ്റെ സ്റ്റോക്ക് അവർ 52 വീക്ക് ലോയിൽ നിന്ന് 2.36% എബോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ IPO ടൈം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ സ്റ്റോക്ക് 12% CAGR നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് 1 ഇയർ നോക്കുകയാണെങ്കിൽ 32% കറക്ഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ അതായത് ലാസ്റ്റ് 1 ഇയറിൽ 6% ഇടിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് ഡ്രോപ്പിനുള്ള റീസൺ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്, അതായത് കമ്പനിയുടെ പല ബിസിനസ് വെർട്ടിക്കൽസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതാണ് അവരുടെ ക്ലോറോ വൈനൽ ബിസിനസ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ക്ലോറോ ആൽക്കലി സെഗ്മെന്റ് കീഴിൽ കമ്പനി കോസ്റ്റിക് സോഡ, ക്ലോറിൻ അതുപോലെ തന്നെ റിലേറ്റഡ് കെമിക്കൽസ് ആയിരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ്സ്, സ്റ്റേബിൾ ബ്ലീച്ചിങ് പൗഡർ, അലുമിനിയം ക്ലോറൈഡ്, കംപ്രസ്ഡ് ഹൈഡ്രജൻ അതുപോലെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത് കോട്ട, രാജസ്ഥാൻ, ബൗറൂച്ച് അതുപോലെ തന്നെ ഗുജറാത്തിലാണ്. അപ്പോൾ ഇവരുടെ ബൗറൂച്ച് പ്ലാന്റ് കപ്പാസിറ്റി വരുന്നത് 1345 ടൺസ് പെർ ഡേ ആണ്. അതുപോലെ തന്നെ കോട്ട പ്ലാന്റ് വരുന്നത് 524 ടൺസ് പെർ ഡേ ആണ്. DCM ശ്രീറാമിന്റെ വൈനൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് ബിസിനസ് സെഗ്മെന്റ് ആണ്. അപ്പോൾ കോട്ട പ്ലാന്റിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ PVC റെസിൻ അതുപോലെ കാൽസ്യം കാർബൈഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അസറ്റിലിൻ അതുപോലെ തന്നെ ക്ലോറിന്റെ കാപ്പറ്റീവ് പ്രൊഡക്ഷനും. അപ്പോൾ കമ്പനിക്ക് 340 ടൺസ് പെർ ഡേ റോ കാർബൈഡ് മാനുഫാക്ചർ കപ്പാസിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ 220 ടൺസ് പെർ ഡേ PVC. ഇനി സെക്കൻഡ് ബിസിനസ് വെർട്ടിക്കൽ വരുന്നതാണ് ഷുഗർ ബിസിനസ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി കമ്പനിക്ക് ഉത്തർപ്രദേശിൽ 4 പ്ലാന്റുകളാണുള്ളത്. അപ്പോൾ ഈ 4 ഫാക്ടറീസും കൂടി കമ്പൈൻ ചെയ്താൽ ഒരു ദിവസം കമ്പനിക്ക് 38,000 ടൺസ് ഷുഗർ കെയിന് ക്രഷ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കമ്പനിക്ക് 350 കിലോ ലിറ്റർ പെർ ഡേ കപ്പാസിറ്റി ഉള്ള ഡിസ്റ്റിലറി ഉണ്ട്. അതുപോലെ തന്നെ റിഫൈനറി ഉണ്ട് 700 ടൺസ് പെർ ഡേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കമ്പനിക്ക് ലിക്വിഡ് ബോട്ടിലിംഗ് ലൈൻ ഉണ്ട്. കപ്പാസിറ്റി വരുന്ന 6400 ബോട്ടിൽ കേസസ് പെർ ഡേ ആണ്.
അപ്പോൾ കമ്പനിക്ക് വേറൊരു ബിസിനസ് വെർട്ടിക്കലും കൂടിയുണ്ട്, അഗ്രി ഇൻപുട്ട് ബിസിനസ്. അപ്പോൾ ഇതിൽ കമ്പനിക്ക് 3 ബിസിനസ് സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നെയിംലി ബയോസീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ശ്രീറാം ഫാം സൊല്യൂഷൻസ്. അപ്പം ശ്രീറാം ഫാം സൊല്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ത്രൂ പല റേഞ്ചിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ലൈക്ക് ഇപ്പോൾ സീഡ്സ്, സ്പെഷ്യാലിറ്റി പ്ലാന്റ് ന്യൂട്രീഷൻ, ക്രോപ്പ് കെയർ കെമിക്കൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കമ്പനിക്ക് ഹൈ ക്വാളിറ്റി അഗ്രോണമി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫാമേഴ്സിന് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ബയോസീഡ് ബിസിനസ്സിൽ അഗ്രി സീഡ്സിൻ്റെ ഹോൾ വാല്യൂ ചെയിനിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ കീഴിൽ അവർ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇപ്പോൾ റിസർച്ച്, പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, അതുപോലെ മാർക്കറ്റിംഗ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല അവർക്ക് പ്രസൻസ് ഉള്ളത്, ഫിലിപ്പീൻസിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് അവർ പ്രൈമറി കോൺ അതുപോലെ പാഡി സീഡ്സ് കൊടുക്കുന്നത്. മാത്രമല്ല ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി അവരുടെ റവന്യൂ ഒരു 12 മുതൽ 14% വരെ ബയോസീഡിന്റെ റിസർച്ചിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഫെർട്ടിലൈസർ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് യൂറിയ മാനുഫാക്ചറർ ആണ്. അപ്പോൾ ഇതിനായിട്ട് അവർക്ക് കോട്ട, രാജസ്ഥാനിലും മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ ഓൾഡസ്റ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റും കൂടിയാണ്. അപ്പോൾ കമ്പനി യൂറിയ ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ശ്രീറാം യൂറിയ എന്ന പേരിന്റെ കീഴിലാണ് വിൽക്കുന്നത്. ഇനി ലാസ്റ്റ് ബിസിനസ് സെഗ്മെന്റ് അതർ ബിസിനസ് സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് സിമെന്റ്, പോളിടെക്, ഫെനിസ്റ്റ ഒക്കെ. അപ്പോൾ ഫെനിസ്റ്റ ബിൽഡിംഗ് സിസ്റ്റം വെർട്ടിക്കൽസിലാണ് കമ്പനി ബിൽഡിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കോട്ടയിലുള്ള അവരുടെ സിമെന്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റിന് 4 lakh million ടൺ കപ്പാസിറ്റി ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ക്ലോറോ വൈനൽ ബിസിനസ്സിലെ കാൽസ്യം കാർബൈഡിന്റെ മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ട്. സോ കമ്പനി കാൽസ്യം കാർബൈഡിന്റെ മാനുഫാക്ചറിംഗിൽ വേസ്റ്റിൽ നിന്നാണ് സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിമെന്റ് അവരുടെ ശ്രീറാം നിർമ്മൻ സിമെന്റ് എന്ന പേരിലാണ് കീഴിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇനി പോളിടെക് ബിസിനസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 100% സബ്സിഡറി ത്രൂ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോട്ടയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് PVC കോമ്പൗണ്ടിങ് കപ്പാസിറ്റി വരുന്നത് 32,564 മില്യൺ ടൺ പെർ ആനോ ആണ്. ഇനി കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2022 37% റവന്യൂ വരുന്നത് ക്ലോറോ വൈനൽ ബിസിനസ്സിൽ നിന്നാണ്, 25% വരുന്നത് ഷുഗർ ബിസിനസ്സിൽ നിന്നാണ്, ഇതുകൂടാതെ 28% അഗ്രി ഇൻപുട്ട് ബിസിനസ്സിൽ നിന്നാണ് വരുന്നത്. ഇനി സിമെന്റ് അതുപോലെ ഫെനിസ്റ്റയിൽ റവന്യൂയിലേക്ക് 10% ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ എല്ലാ ബിസിനസ് വെർട്ടിക്കലിൻ്റെയും റീസെന്റ് ക്വാർട്ടർലി നമ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കെമിക്കൽ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഈ ഒരു സെഗ്മെന്റിലെ റവന്യൂ 3% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പീരീഡിൽ തന്നെ കമ്പനിയുടെ വോളിയം 1.6% ഡിക്ലൈൻ ആയിട്ടുമുണ്ട്. അപ്പോൾ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എസ്പെഷ്യലി ബൗറൂച്ചിൽ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ളൊരു മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് കോളിന് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി കമ്പനിയുടെ വൈനൽ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ റവന്യൂ 33% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൈസ് കുറയുന്നതും PVCന്റെ വില 42% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബൈഡിന്റെ വില 32% കഴിഞ്ഞ വർഷം Q3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഈ 2 പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് ഇംപ്രൂവ്മെന്റ് നമ്മൾ നവംബർ 2022 ശേഷം കണ്ടിട്ടുമുണ്ട്. അപ്പം ഈ ഒരു സെയിം പീരീഡിൽ തന്നെ കമ്പനിയുടെ ഷുഗർ ബിസിനസ് റവന്യൂ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 29% വളർന്നിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 18% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പം റവന്യൂ ഗ്രോത്തിൻ്റെ ഒരു റീസൺ ഇതാണ്, അതായത് ഷുഗറിൻ്റെ വോളിയം ഡൊമസ്റ്റിക്കലി അതുപോലെ തന്നെ എക്സ്പോർട്ടിൽ കൂടിയതും പിന്നെ എത്തനോൾ പ്രൈസ് കൂടിയതും അതുപോലെ ഷുഗർ പ്രൈസ് കുറഞ്ഞതും റവന്യൂയിലേക്ക് ഒരു അപ്ടിക്കിന് കാരണമാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ ഫെർട്ടിലൈസർ ബിസിനസ്സിലെ റവന്യൂ ഇയർ ഓൺ ഇയർ ബേസിൽ 78% വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻക്രീസിന് കാരണം വോളിയം ഗ്രോത്ത് അല്ല, കാരണം ഇവിടെ വോളിയം 8% മാത്രമേ കൂടിയിട്ടുള്ളൂ. ശരിക്കുള്ള റീസൺ കഴിഞ്ഞ ഒരു വർഷം ഗ്യാസ് പ്രൈസ് കൂടിയതാണ്. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എനർജി നോംസിന് കൊണ്ടുവന്ന മാറ്റം. ഇനി ശ്രീറാം ഫാം സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലെ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയർ 15% കൂടിയിട്ടുണ്ട്. ഇനി ഫെനിസ്റ്റ ബിസിനസ്സിലേക്കുള്ള റവന്യൂ നോക്കുകയാണെങ്കിൽ 31% വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ അവരുടെ ഓർഡർ ബുക്ക് ഇയർ ഓൺ ഇയർ 11% വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനിയുടെ മാനേജ്മെന്റ് ഈ ഒരു സെഗ്മെന്റിൽ ഗ്രോത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റുകൾ അതുപോലെ ഡൊമസ്റ്റിക് അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റ് പ്രസൻസ് ഒക്കെ. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റേഞ്ചും സർവീസ് ക്വാളിറ്റിയും കൂട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഓവറോൾ സെയിൽസ് അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് ഫൈനാൻഷ്യൽ 2022 വെച്ച് നമ്മൾ ഫൈനാൻഷ്യൽ 2022 കമ്പയർ ചെയ്യുമ്പോൾ 15.88% കൂടിയിട്ടുണ്ട്. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 55.09%. ഇനി കമ്പനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.26 ആണ്. അതും ഒരു ഹെൽത്തി സൈഡ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ബുക്സിൽ ചെറിയൊരു ഡെറ്റ് ഉണ്ട്, പക്ഷേ കഴിഞ്ഞ 2.5 വർഷത്തിൽ മെയിൻ്റെനൻസ് 1570 കോടി രൂപ മാത്രമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് സ്റ്റേക്സ് സ്റ്റേബിൾ ആണ്. പക്ഷേ ഈ ഒരു സെയിം പീരീഡിൽ FIS അതുപോലെ തന്നെ DIS അവരുടെ ഹോൾഡിംഗ്സ് കുറച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ കൺസേൺ ആവേണ്ട ഒരു പോയിന്റ് വരുന്നത് അവരുടെ കെമിക്കൽ ബിസിനസ്സിലാണ്. അപ്പോൾ ഗ്ലോബൽ സ്കെയിലിൽ ഈ ഒരു സെഗ്മെന്റ് ഡിമാൻഡ് മ്യൂട്ടഡ് ആണ്. പക്ഷേ കമ്പനി സ്റ്റിൽ 90% കപ്പാസിറ്റി യൂട്ടിലൈസേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ വൈനൽ റിലേറ്റഡ് ബിസിനസ് മാർജിനിൽ പ്രഷറാണുള്ളത്. അപ്പോൾ ഈ ഒരു റീസൺ അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് കാരണം കമ്പനിയുടെ സ്റ്റോക്ക് ലാസ്റ്റ് 1 ഇയറിൽ കറക്റ്റഡ് ആണ്. പക്ഷേ മാനേജ്മെന്റ് കോൺഫിഡൻ്റ് ആണ്, അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ കറക്ഷൻ വഴി ഈ ഒരു പ്രോബ്ലം മുന്നോട്ടേക്ക് പോകുമ്പോൾ സോൾവ് ചെയ്യാമെന്നുള്ളത്. ഇനിയിപ്പം നമുക്ക് കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ടോപ്പ് സെഗ്മെന്റ് ക്ലോറോ വൈനൽ സെഗ്മെന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ റവന്യൂവിൻ്റെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കെംപ്ലാസ് സാൻമർ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ക്ലോസ്ലി ലിസ്റ്റഡ് കോമ്പറ്റേറ്റർ ആണ് ഇവർ. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ടോപ്പ് സെഗ്മെന്റ് ക്ലോറോ വൈനൽ സെഗ്മെന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ റവന്യൂവിൻ്റെ ടേംസിൽ നമ്മൾ കെംപ്ലാസ് സാൻമറിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ക്ലോസ്ലി ലിസ്റ്റഡ് കോമ്പറ്റേറ്റർ ആണ് ഇവർ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലാണ് DCM ശ്രീരാമിനേക്കാളും. പക്ഷേ കെംപ്ലാസ് സാൻമർ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായിട്ട് കയറിയതേ ഉള്ളൂ. അപ്പം കെംപ്ലാസ് സാൻമറിന്റെ പ്രോഫിറ്റബിലിറ്റി ടേംസ് ഒക്കെ ബെറ്റർ ആണ്, ROE 49.93%. പക്ഷേ ലാസ്റ്റ് 1 ഇയറിൽ ഓൾമോസ്റ്റ് 43% കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സെഗ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ PE റേഷ്യോ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് വാല്യുവേഷൻ തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം DCM ശ്രീരാമിന്റെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. സോ DCM ശ്രീരാമിന്റെ കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സൗരവ് മുഖർജി 9 ഇരട്ടി റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ 1979 മിസ്റ്റർ യോഗേഷ് കൊതരിയാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ ആലിഫാറ്റിക് അമൈൻസിന് ലീഡിംഗ് മാനുഫാക്ചർ ആണ്. അപ്പോൾ കമ്പനി അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിലൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാവും മെയിൻലി സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് ആൽക്കൈൽ അമൈൻസ് കെമിക്കൽ ലിമിറ്റഡിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിലെ അമീൻസ് അതുപോലെ സ്പെഷ്യാലിറ്റി കെമിക്കൽസിലെ ലീഡിംഗ് മാനുഫാക്ചർ ആണ്. അപ്പോൾ ആൽക്കൈൽ അമൈൻസ് പ്രൊഡക്ട്സിൽ വരുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽസ്, അഗ്രോ കെമിക്കൽസ്, റബ്ബർ കെമിക്കൽസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽസ്, പെയിൻറ്റ്സ്, വാർണിഷസ് ആൻഡ് കോട്ടിങ്സ്, ടെക്സ്റ്റൈൽസ്, പേപ്പർ, അങ്ങനെ പല ഇൻഡസ്ട്രികളും. 31 മാർച്ച് 2023 പ്രകാരം ആൽക്കൈൽ അമൈൻസിൻ്റെ സ്റ്റോക്ക് 52 വീക്ക് ലോയിന് 0.33% എബോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു, ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണിത്. അപ്പോൾ ലാസ്റ്റ് 5 ഇയറിൽ കമ്പനി 55% CAGR നൽകിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 1 ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1 ഇയറിൽ സ്റ്റോക്ക് 33.5% ഡൗൺ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് 11% ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇത്രയും ഇടിയാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അതിനു മുമ്പ് എന്താണ് അമീൻസ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അമോണിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഓർഗാനിക് കമ്പോണൻ്റ് ആണ് അമീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാർമ അതുപോലെ തന്നെ അഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആലിഫാറ്റിക് അമീൻസ് എന്ന് പറഞ്ഞാൽ അമീൻസ് ആണ്. ഇത് നമ്മൾ വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് വേറെ അമീൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈത്തേൽ അമീൻസ്, മീത്തേൽ അമീൻസ് ഒക്കെ. ഇന്ന് ആലിഫാറ്റിക് അമീൻസിന് ഗ്ലോബൽ മാർക്കറ്റ് വരുന്നത് $4.9 മില്യൺ ആണ്. അതുപോലെ തന്നെ അമീൻ ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് ആലിഫാറ്റിക് അമീൻസ്. അപ്പോൾ ഇത് അഗ്രികൾച്ചർ, ഫാർമസ്യൂട്ടിക്കൽ, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, വാട്ടർ ട്രീറ്റ്മെന്റ് കെമിക്കൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലിഫാറ്റിക് അമീൻസിന് ഡിമാൻഡ് കൂടുമ്പോൾ കമ്പനി ഏകദേശം 400 മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് സെഗ്മെന്റിൽ വരുന്നതാണ് അമീൻ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൽ കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് വരുന്നത് ഡി-മീഥൈൽ അമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതാണ് പെയിൻ കില്ലേഴ്സ്, ഡയബറ്റിക്സ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിലൊക്കെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ബിസിനസ് വെർട്ടിക്കൽ വരുന്നതാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അവരുടെ പോപ്പുലർ പ്രൊഡക്റ്റ് വരുന്നത് അസിറ്റോനൈട്രൈൽ ആണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻസെക്ടിസൈഡ്സ് അതുപോലെ ഡൈൻ്റെ മാനുഫാക്ചറിംഗിൽ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റ് സെഗ്മെന്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അമീൻ അതുപോലെ തന്നെ അമീൻ ഡെറിവേറ്റീവ് ബിസിനസ് റവന്യൂയിലേക്ക് 74.8% അക്കൗണ്ട് ചെയ്യുന്നത്. ബാക്കി 25% സ്പെഷ്യാലിറ്റി കെമിക്കൽ ബിസിനസ് ആണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ്ലി ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ഈ ഒരു പീരീഡിൽ മ്യൂട്ടഡ് ആണ്. അതേസമയത്ത് ലാസ്റ്റ് 3 ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സെയിൽസ് 3.15% ഇയർ ഓൺ ഇയർ മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പം മാനേജ്മെന്റ് പറയുന്നത് കോമ്പറ്റീഷൻ കൂടുന്നതും അതുപോലെ തന്നെ റോ മെറ്റീരിയൽ പ്രൈസ് കൂടുന്നതും ആണ് ഇതിന്റെ പുറകിലെ കാരണങ്ങളെന്നാണ്. അപ്പോൾ ഈ ഒരു സെയിം റീസൺ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ 3 ക്വാർട്ടറിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 24% 18% വന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ ആനുവൽ സെയിൽസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് ഫൈനാൻഷ്യൽ 21 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ 22 22.24% ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 23.95% ഡൗൺ പോയിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ, ആൽക്കൈൽ അമൈലിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ, ആൽക്കൈൽ അമൈലിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എക്സ്പേർട്സ് വിശ്വസിക്കുന്ന ഇതാണ്, പ്രോഫിറ്റ് ഗ്രോത്ത് മോശമായത്, പിന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ് നല്ല രീതിയിൽ കൂടിയതാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് EBIT DE അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ കുറഞ്ഞതൊക്കെ സ്റ്റോക്ക് ഡൗൺ പോകാനുള്ള റീസൺസ് ആണ്. പിന്നെ ഇതൊന്നും കൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിന് ഒരു സ്ട്രോങ് റാലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കൈൽ അമൈൻസ് അവർ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PE റേഷ്യോന്റെ ടേംസിൽ നോക്കിയാൽ. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഉള്ളത്. കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.06 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ഓവർ ലിവറേജ്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ കമ്പനിക്ക് ഡെറ്റ് റേസ് ചെയ്യാം മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 90.2 അപ്പം കമ്പനിക്ക് അവരുടെ ഡെറ്റ് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു നമ്പർ കൂടുവാണെങ്കിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 2020 തൊട്ട് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തുടർച്ചയായിട്ട് കുറയുന്നുണ്ട്. പക്ഷേ FIS അവരുടെ സ്റ്റേക്ക് കൂട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതുവരെ നോക്കുവാണെങ്കിൽ ആൽക്കൈൽ അമൈൻസ് ഒരു ഹ്യൂജ് എക്സ്പോർട്ടറാണ്. 50-ലധികം രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പോർട്സിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അമേരിക്ക, ചൈന, യൂറോപ്പ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പോൾ നവംബർ 2022 സൈൻ ചെയ്ത അവരുടെ ഒരു എഗ്രിമെന്റ് പ്രകാരം ഇന്ന് കമ്പനിക്ക് 28,000 മുതൽ 30,000 ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, കമ്പനിക്ക് അവരുടെ പ്രൊഡക്ഷന് വേണ്ടി വളരെ ലിമിറ്റഡ് കോമ്പറ്റീഷൻ അതുപോലെ സ്ട്രോങ് എക്സ്പെർട്ടൈസ് ഉള്ള പ്രൊഡക്ട്സ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അവരൊരു ഇൻഡസ്ട്രി ലീഡറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി വരും സമയങ്ങളിൽ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പേരൊന്നും അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷെ ചിലതൊക്കെ അമീൻ ഡെറിവേറ്റീവ്സ് ആണ്, ചിലതൊക്കെ കംപ്ലീറ്റ്ലി പുതിയ പ്രൊഡക്റ്റുകളുമാണ്. അപ്പോൾ ആൽക്കൈൽ അമൈൻസിന്റെ മാനേജ്മെന്റ് പ്രകാരം ഈ ഒരു പുതിയ പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് ഒരു 20 മുതൽ 25% ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ആൽക്കൈൽ അമൈൻസിന്റെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയ ബാലാജി അമൈൻസ്, ഡയമണ്ട്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ആൽക്കൈൽ അമൈൻസിന്റെ PE റേഷ്യോ 49 ട്രേഡ് ചെയ്യുന്നത്. ബാലാജി അമൈൻസിന്റെ PE റേഷ്യോ 16, ഡയമണ്ട്സ് ആൻഡ് കെമിക്കൽസിന്റെ PE റേഷ്യോ 10.25 ആണ്. അപ്പോൾ ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ബാലാജി അമൈൻസിനാണ് ബാക്കി രണ്ടുപേരെക്കാളും ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിന്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ആൽക്കൈൽ അമൈൻസ് ബാക്കി രണ്ടുപേരെക്കാളും നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് 52 വീക്ക് ലോയിന്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്ന 2 സ്റ്റോക്കുകൾ. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉള്ളതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. സോ നമുക്ക് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.